ഹലോ. അപ്പോൾ ഇന്നിതാ നമുക്കൊരു വ്ളോഗാണ് കേട്ടോ ഉള്ളത്. നമ്മളിന്ന് കണ്ണൂർ പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻകാവിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മളിതേ പുലർച്ചെ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ വീട്ടിൽ നിന്ന്. നമ്മുടെ ഇവിടെ നിന്നൊരു 2.5 മണിക്കൂറിൻ്റെയൊക്കെ ദൂരമുണ്ട്. അപ്പോൾ അച്ഛനും അമ്മയും അനിയത്തിയും ഹസ്ബൻഡും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെയാണ് പോകുന്നത്. എല്ലാവരും കൂടെ ഒരു വണ്ടിയിൽ പോകാത്തത് കൊണ്ട് നമ്മൾ 2 പേരുടെയും വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മളിപ്പോൾ ഒരു 8 മണിയൊക്കെ ആവാറായപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. മെയ് 1 കേട്ടോ. മെയ് 1 നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മെയ് ദിനായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നിഖിലേട്ടനും നിജീഷിനും അച്ഛനും ഒരുമിച്ച് ലീവ് കിട്ടിയൊരു ദിവസമായതുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ വന്നതാണ്. അപ്പോൾ അതേ നമ്മളിപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അമ്പലത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും അനിയത്തിയൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ കസിൻ്റെ കല്യാണമായിട്ട് വീട്ടിൽ നിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും മുത്തപ്പൻകാവിലും കൂടെ പോയി കഴിഞ്ഞിട്ട് തിരിച്ച് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ വീട്ടിൽ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ നമ്മളിപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള അമ്പലമാണ് കേട്ടോ. നമ്മൾ മുത്തപ്പൻകാവിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ ഇതേ 2 സൈഡ് നിറച്ച് ഷോപ്പുണ്ട് കേട്ടോ. അമ്പലത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഷോപ്പുകളുണ്ട്, ഹോട്ടലുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. ടോയ്സൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ആയുട്ടിയൊക്കെ കുക്കുമോളും ആയുട്ടിയൊക്കെ ടോയ്സൊക്കെ കണ്ടിട്ട് വാങ്ങിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളേതായാലും തൊഴുത് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാണ് കേട്ടോ. ഇവർ ടോയ്സ് ഇപ്പോഴേ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവരുടെ കയ്യിൽ വെക്കില്ല. തൊഴാൻ പോകുമ്പോഴൊക്കെ പിന്നെ നമ്മൾ പിടിച്ചിട്ട് അതൊരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ടൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ വാങ്ങിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതേ അമ്പലത്തിലേക്ക് കയറുന്ന ഭാഗം ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അകത്തേക്ക് കയറുകയാണ്. ഇപ്പോഴും നല്ല തിരക്കുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിനി തൊഴാനായിട്ട് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഫ്രണ്ടിലേക്ക് ഇതാ ഈ സൈഡിലൂടെയാണ് പോവുക. അപ്പോൾ അവിടെ വലിയൊരു പുഴയുണ്ട് കേട്ടോ. അതിൽ നമ്മൾ കാലും കൈയൊക്കെ കഴുകി കഴിഞ്ഞിട്ട് വേണം തൊഴാനായിട്ട് പോവാൻ. അപ്പോൾ അതേ നമ്മളിപ്പോൾ കാലൊക്കെ കഴുകാനായിട്ട് പോവുകയാണ് കേട്ടോ. പിന്നെ തൊഴാൻ പോകുമ്പോൾ അകത്തേക്ക് ക്യാമറയൊന്നും അലൗഡല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇനി തൊഴുത് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ അതേ നമ്മൾ തൊഴുതൊക്കെ ഇറങ്ങി കേട്ടോ. നന്നായിട്ട് പ്രാർത്ഥിക്കാനൊക്കെ പറ്റി. മുത്തപ്പനെ കണ്ടു, അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു. ഇപ്പോൾ നമ്മൾ തൊഴുത് കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. ഇവിടെ ചോറൂണ് നടക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് കുട്ടികളുടെ ചോറൂണ് നടക്കുന്നുണ്ട്. ഇനി നമ്മൾ ചായ കുടിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. രാവിലത്തെ ചായയും ഉച്ചയ്ക്ക് ചോറും ഒക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ചായക്കായിട്ട് വൻപയർ പുഴുങ്ങിയതും ചായയുമാണ് കേട്ടോ. നമ്മളതൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം തിരിച്ച് ഫ്രണ്ടിലേക്ക് തന്നെ വന്നു. നമ്മൾ തൊഴാനായിട്ട് വന്നപ്പോൾ ഇവിടെ ഒരുപാട് ഹൗസ് ബോട്ട് ഉണ്ട് കേട്ടോ. ബോട്ട് സർവീസ് നടക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഹൗസ് ബോട്ട് കയറണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തിരിച്ച് വന്നതാണ് ഇവിടേക്ക് തന്നെ. ഇവിടെ നിന്ന് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ബോട്ടിൽ കയറാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിന് ടിക്കറ്റ് എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ടിക്കറ്റ് വരുന്നത് ഒരാൾക്ക് 50 രൂപയാണ് കേട്ടോ വരുന്നത്. പിന്നെ ബോട്ടിൻ്റെ അപ്സ്റ്റെയർ ആണെങ്കിൽ 20 രൂപ എക്സ്ട്രാ കൊടുക്കണം. അപ്പോൾ നമ്മൾ ഏതായാലും 20 രൂപ എക്സ്ട്രാ കൊടുത്തിട്ട് മുകളിൽ കയറാമെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ബോട്ടിൽ കയറി മുകളിലേക്ക് പോവുകയാണ് കേട്ടോ. അവിടെ നിന്നാകുമ്പോൾ നല്ല വ്യൂ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ മുകളിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഇനി ഒരുപാട് പേര് കയറാനുണ്ട്. അപ്പോൾ നമ്മളതിന് വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അവിടെ സൈഡിൽ തന്നെ വലിയൊരു മാവ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ നിറയെ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. വീഡിയോയിൽ അത്ര കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നില്ല, പക്ഷേ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇപ്പോൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബോട്ടിൽ പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആയുട്ടിയും കുക്കുമോളും പിന്നെ വേറെയും കുട്ടികളൊക്കെ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ ഡാൻസ് കളിക്കുന്ന കണ്ടപ്പോൾ കുക്കുന് ഡാൻസ് കളിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ 2 പേരും ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് യൂട്യൂബിൽ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ട് സോങ് ആഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അവർ കളിക്കുന്ന സോങ് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതേ നമ്മളിപ്പോൾ ബോട്ട് ഇറങ്ങാറായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നേരെ തിരിച്ച് ഇറങ്ങും കേട്ടോ. അമ്പലത്തിൽ നിന്ന് തിരിച്ച് പോവും.
അപ്പോൾ ഇതേ നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. തിരിച്ച് പോകുമ്പോൾ ടോയ്സ് വാങ്ങിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് ആയിട്ടൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ട്, ഓരോ ഷോപ്പിലേക്ക് പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ്, വാങ്ങിക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഏതായാലും അവർക്കുള്ള ടോയ്സൊക്കെ വാങ്ങിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ അതേ ഒരു സൈഡിൽ ആയുട്ടിയും മറ്റേ സൈഡിൽ കുക്കുമോളും അവർക്ക് വേണ്ട ടോയ്സൊക്കെ സെലക്ട് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. ടോയ്സ് മാത്രമല്ല, ഒരുപാട് മാല, വള, കമ്മലുകൾ, നെയിൽ പോളിഷ് അങ്ങനെയുള്ളതൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, കാണാനായിട്ട് തന്നെ നല്ല ഭംഗിയുണ്ട്. കുക്കുമോൾക്കൊരു പേർപ്പിൾ കളർ ബോൾ വേണമെന്ന് പറഞ്ഞിട്ട് കളർ നോക്കുകയാണ് കേട്ടോ. അവൾക്ക് പേർപ്പിൾ കളർ തന്നെ വേണമെന്നുള്ള വാശിയായിരുന്നു. അപ്പോൾ ബോൾ പേർപ്പിൾ കളർ തന്നെ ലാസ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഒരുപാട് ഫാൻസി ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ പൊരി, നുറുക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, മിഠായി അതൊക്കെ ഉണ്ട്. പിന്നെ കുട്ടികളുടെ വാങ്ങിക്കഴിഞ്ഞ ശേഷം പിന്നെ ഞാനും അനിയത്തിയും കമ്മലൊക്കെ വാങ്ങിച്ചു. അതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ തിരിച്ച് പാർക്കിങ്ങിലേക്ക് തന്നെ നടക്കുകയാണ് കേട്ടോ. നമ്മൾ തിരിച്ച് പോകുമ്പോഴും അമ്പലത്തിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല തിരക്കുണ്ട്, ലീവുള്ള ദിവസമായതുകൊണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. രാവിലെ അമ്പലത്തിൽ നിന്നുള്ള ചായയല്ലേ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അച്ഛനൊക്കെ വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. എനിക്ക് അതിൻ്റെ ഇടയിൽ ഒരു അപ്പൂപ്പൻ താടി കൂടെ കിട്ടി കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പണ്ടൊക്കെ അധികം കിട്ടാറുണ്ടായിരുന്നു, ഇപ്പം നമ്മളുടെ അവിടെയൊന്നും അങ്ങനെ കാണാറില്ല. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അവിടെ അടുത്ത് തന്നെയുള്ളൊരു റെസ്റ്റോറൻറ്റിലാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ അടുത്ത് തന്നെ പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെയും കൂടെ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ സ്നേക്ക് പാർക്കിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എൻട്രൻസ് ഫീ വരുന്നത് 30 രൂപ എങ്ങാനുമാണ് കേട്ടോ. ചെറിയ കുട്ടികൾക്ക് കാശ് വേണ്ട. അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. ആദ്യം തന്നെ ഒരുപാട് മീനുകളാണ് കേട്ടോ ഉള്ളത്. അതേപോലെ അക്വേറിയത്തിൽ കുറേ മീനുകളൊക്കെ ഉണ്ട്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ അവിടെ വന്നാൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ കുറച്ച് ആനിമൽസൊക്കെ ഉണ്ട്, അതൊക്കെ കാണാനായിട്ട് പോവുകയാണ്. അവിടെ നല്ല ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലമാണ്. പിന്നെ അതേപോലെ നല്ല തണലൊക്കെ ഉള്ളതുകൊണ്ട് പുറമേയുള്ള ചൂട് അത്ര അറിയാനുണ്ടായിരുന്നില്ല. നല്ല ചൂടുള്ള ടൈമല്ലേ ഇപ്പോൾ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ അത്ര ചൂടൊന്നും അത്ര അറിഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ അതേ മയിൽ, കുരങ്ങ്, മുതല അങ്ങനെ കുറച്ച് അധികം ആനിമൽസ് ഒന്നുമില്ല, കുറച്ചൊക്കെ ഉണ്ട്. പക്ഷേ കുട്ടികൾക്കൊക്കെ എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ നിങ്ങൾ മുത്തപ്പൻകാവിലൊക്കെ വരികയാണെങ്കിൽ മുത്തപ്പൻകാവിൻ്റെ അടുത്തൊക്കെ ആയിട്ട് തന്നെയാണ്, കുറച്ച് ദൂരമേ ഉള്ളൂ. ഇവിടെ കൂടെ ഒന്ന് കയറി വെക്കാം കേട്ടോ. പിന്നെ അവിടെ ഒരുപാട് തരം പാമ്പുകളുണ്ട് കേട്ടോ. കുറേ പാമ്പുകളുണ്ടായിരുന്നു. ചിലപ്പം കൂടുതൽ പാമ്പുകളുള്ളതുകൊണ്ടായിരിക്കാം സ്നേക്ക് പാർക്ക് എന്ന് പറയുന്നത്, അറിയില്ല. എന്തായാലും ഒരുപാട് പാമ്പുകളുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. ആയുട്ടിക്കും കുക്കുനും ഒക്കെ ഇഷ്ടമായിട്ടോ അവിടെ കയറിയത്. പിന്നെ അനിമൽസിനെയും പാമ്പുകളെയൊക്കെ കണ്ടു കഴിഞ്ഞ ശേഷം ബലൂൺ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ ആയുട്ടിക്ക് അതൊന്ന് ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കയറിയതാണ്. ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ 5 ഷൂട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ആയുട്ടി ഒന്ന് ചെയ്തു നോക്കി, പക്ഷേ ബലൂൺ പൊട്ടിയില്ല കേട്ടോ. പിന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു. അച്ഛനും നിജീഷൊക്കെ ചെയ്തു നോക്കി, നിഖിലേട്ടനും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിഖിലേട്ടൻ ലാസ്റ്റ് ഒന്നുകൂടെ ട്രൈ ചെയ്തപ്പോൾ ഒരു ബലൂൺ പൊട്ടി കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ ശേഷം അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ അവിടെ നിന്ന് നേരെ പോയത് ജ്യൂസ് കോർണർ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിലേക്കാണ് കേട്ടോ. അവിടെ സ്പെഷ്യൽ കണ്ണൂർ കോക്ടെയിൽ കിട്ടും. അപ്പോൾ നിജീഷ് കഴിക്കാറുണ്ട് കേട്ടോ. കണ്ണൂർ വരുമ്പോൾ അവൻ കഴിക്കാറുണ്ട്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാന്ന് പറഞ്ഞിട്ട് അതൊന്ന് ട്രൈ ചെയ്യാനായിട്ട് പോയതാണ്. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കോക്ടെയിലൊക്കെ കഴിച്ച ശേഷം തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് തന്നെ വരികയാണ്.
അപ്പോൾ അതേ റോഡിൻ്റെ പണിയൊക്കെ കണ്ണൂർ സൈഡിലേക്കൊക്കെ റോഡിൻ്റെ പണി അത്യാവശ്യം ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. നമ്മളവിടേക്കൊക്കെ ഇനിയും ഒരുപാട് വർക്ക് ഉണ്ട് കേട്ടോ, വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കോഴിക്കോട് എത്തിയ ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി കേട്ടോ. ഉച്ചത്തെ ഫുഡ് നമ്മൾ കഴിക്കുന്നത് വൈകുന്നേരം ആയിട്ടുണ്ട്. നമ്മളൊരു 4 മണിയൊക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ എത്തുമ്പോൾ. അപ്പോൾ ഏതായാലും കോഴിക്കോട് എത്തിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കോഴിക്കോട് എത്തിയിട്ടാണ് കഴിക്കുന്നത്. നമ്മൾ ഉച്ചത്തേക്ക് കഴിക്കാനായിട്ട് ഫ്രൈഡ് റൈസ് ആയിരുന്നു കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വ്ളോഗ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ലാസ്റ്റ് അന്നെടുത്ത കുറച്ച് ഫോട്ടോസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്.